2015 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിടാൻ ചുണ്ടൻ വള്ളങ്ങൾക്ക് കഴിഞ്ഞില്ല. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഫിനിഷിംഗ് പോയിന്റിനെ ചൊല്ലിയുള്ള തർക്കത്താൽ ഉപേക്ഷിച്ചു. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ സെന്റ് പയസ് 1ാം സ്ഥാനവും പുളിങ്കുന്ന് 2ാം സ്ഥാനവും നേടി. അതിനുശേഷമുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കാനുണ്ടായത് 3 വള്ളങ്ങളായിരുന്നു. ടോബി മാളികയിൽ ക്യാപ്റ്റനായ കൊല്ലം ദാവീദ് പുത്ര ബോട്ട് ക്ലബിന്റെ നടുഭാഗം പുത്തൻ ചുണ്ടനും, സുനിൽ ജോസഫ് വഞ്ചിക്കൽ ക്യാപ്റ്റനായ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളവും, ബിജോ എസ് കാട്ടിൽ തൈക്കതിൽ ക്യാപ്റ്റനായ കൊല്ലം സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബിന്റെ വെള്ളംകുളങ്ങര എന്നിങ്ങനെ 3 കരിനാഗങ്ങളായിരുന്നു അവസാന മത്സരാർത്ഥികൾ. പമ്പയാറിൽ തുഴയെറിഞ്ഞ നടുഭാഗം ചുണ്ടൻ ഒന്നാമതെത്തിയെങ്കിലും ഫിനിഷിംഗ് പോയിന്റിനെ ചൊല്ലിയുള്ള തർക്കത്താൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. 4 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ വെപ്പ്, ഓടി, ചുരുളൻ എന്നീ വിഭാഗങ്ങളായി 19 വള്ളങ്ങളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കാനുണ്ടായിരുന്നത്. അതേസമയം ആലപ്പുഴ സബ് കളക്ടർ ഡി ബാലമുരളി IAS ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മാസ്റ്ററിലൂടെയായിരുന്നു തുടക്കം. വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനം കൊടിക്കുന്ന് സുരേഷ് MD ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ ഹരി അധ്യക്ഷത വഹിച്ചു. മനോഹരമായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ജോലിയെതിരെ അത്യുജ്വലമായ മത്സരം ഇതാ സമാരംഭിച്ചിരിക്കുകയാണ്. 1ാം ട്രാക്കിൽ മത്സരിക്കുന്നത് വേഗം ചുത്തൻപീടും ഓടിമാതയും വേഗക്കാരനും തമ്മിലുള്ള ഉജ്ജ്വലമായ മത്സരമാണ് ഇവിടെ സമാരംഭിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ മത്സരം